നമുക്കപ്പോൾ ഓടി പടവെടുത്ത് അവിടെ ചെന്നിട്ട് മലമറിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ വെളുപ്പിന് എത്തിയാലും മതി. എവിടെന്നൊക്കെ ആൾക്കാർ ചാടി വരുന്നതെന്ന് ഓരോ ഐഡിയ ഇല്ല. എൻ്റെ പൊന്നോരോ ഒരു രക്ഷയില്ല. അമ്മാതിരി ട്രാഫിക്. ലോങ് ഡ്രൈവ് പോകുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ബൈക്കിങ് ഇഷ്ടമാണ്, നിങ്ങളൊരു പ്രൊഫഷണൽ റൈഡർ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. വെളുപ്പിന് 2:30-3 ആവും. വെളുപ്പിന് 2:30-3 ആവും. കാരണം ഇവിടുത്തെ ഒരു റോഡും കണ്ടീഷനൊക്കെ വെച്ച് ഇതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. സോ ഗായ്സ്, ഇപ്പം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാട്ടോ സത്യം പറയാൻ വന്നേ. ഇപ്പം ഞാൻ നിലവിൽ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് മുമ്പ് നോക്കിയാൽ ഗൂഗിൾ മാപ്പിൽ ലെഫ്റ്റ് തിരിഞ്ഞ് യൂട്ടേൺ എടുത്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നേരത്തെ ഉണ്ടായൊരു ഇൻസിഡൻ്റാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവൻ്റെ ഫിലിം ഷൂട്ടിങ് നടക്കുമായിരുന്നു. അപ്പോൾ അവനെനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ആ ലൊക്കേഷനിൽ ഞാൻ കാറുമായിട്ട് പോവാം. അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പോയി. ഏറ്റവും അവസാനം ഞാൻ ചെന്നെത്തിയത് ഒരു പുഴയുടെ അറ്റത്ത്. എന്നിട്ട് ഗൂഗിൾ ആൻറ്റി പറയുക ഗോ സ്ട്രൈറ്റ് എന്ന്. ഏത് വെള്ളത്തിലേക്കടെയോ പോണോ? ഒരു ഐഡിയ ഇല്ല ഗൈസ്. അമ്മാതിരി പണിയായിപ്പോയി, ഒന്നും പറയണ്ട. കാരണം ഞാൻ അതും പോയ വഴിയൊക്കെയാണ്. ഞാൻ 2-3 പ്രാവശ്യം ചിന്തിക്കും, ഇത് തന്നെയാണോ വഴി. കാരണം ബൈക്കൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് കാറ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു പാലം വന്നു, ചെറിയൊരു പാലം. കറക്റ്റ് ഒരു വണ്ടി പോവില്ല എന്നുള്ള രീതിയിൽ അതിലേക്കടെ നമ്മൾ കയറിപ്പോയി. എന്നിട്ടും പിന്നെ വേറെ വഴിയൊന്നും കാണിക്കുന്നില്ല, എടുക്കുന്നില്ല. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നേണ്ട ഏറ്റവും അവസാനം പുഴയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് ഗൈസ്. അതാ സത്യം പറഞ്ഞാലിപ്പോൾ ഓർത്ത്. സംഭവം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഡീവിയേഷനും ഇല്ല. ഇവിടെ ഒരു ഡീവിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് റോഡാണ്. ചുമ്മാ എന്നിട്ട് മനുഷ്യനെ വട്ടു പിടിപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ പരിപാടി കാണിക്കും. സോ കാസർഗോഡ് വരെ വഴിപ്പണി നടക്കുമായിരുന്നു കാര്യമായിട്ട്. ഇപ്പം നിലവിൽ നമ്മൾ കാഞ്ഞങ്ങാട്ടേക്കുള്ള വഴിയിലോട്ട് കയറി. കാഞ്ഞങ്ങാട്ടുള്ള വഴി കയറിയിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നമ്മൾ വന്നു കേട്ടോ. ഫുള്ള് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കും, മറ്റേ പാലം പണി നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അപ്പം ഇൻ ഫ്യൂച്ചറിൽ പാലവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. മംഗലാപുരം ടു കാസർഗോഡ് വരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് തിരിഞ്ഞു, കാഞ്ഞങ്ങാട്ടേക്ക് തിരിഞ്ഞു. ഇതിപ്പോൾ നിലവിൽ നമ്മൾ നേരെ കാഞ്ഞങ്ങാട്ടേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് 1-2 പേരെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്ട്രെയിറ്റ് കണ്ണൂർ കാര്യങ്ങളെല്ലാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് നിലവിൽ. സോ എത്ര നേരം കൊണ്ട് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴി ഇപ്പോൾ ഇവിടെ നല്ലതാണ്. പക്ഷേ ഇവിടെ എവിടെയൊക്കെയോ സ്പീഡ് ക്യാമറാസ് ഉണ്ട്. എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നുമില്ല. സോ ലെറ്റ് സീ. എന്തായാലും അടിച്ചുവിട്ട് പോകാമല്ലോ. ഇപ്പോൾ വരുവാണെങ്കിൽ അപ്പോൾ ഫൈൻ അടിക്കും. ഇത്രയും ചൂടത്ത് പതുക്കെ ഒന്നും പോക്ക് നടക്കില്ല. ഇച്ചിരി കാറ്റെങ്കിലും കയറട്ടെ, അതേ നടപടി ആവുള്ളൂ. ഇപ്പോൾ എന്നുവെച്ചാൽ ഒരുപാട് ഓവർ സ്പീഡില്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ നിർത്തും. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഏകദേശം ഒരു 3-4 മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തു. കാരണം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങ് റെസ്റ്റ് എടുത്തു. പിന്നെ വെയിലൊക്കെ അങ്ങ് താന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു വെളുപ്പിന് 3 മണി 4 മണി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 4 മണി ആയപ്പോഴാണ് 4:30 5 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. അധിക ദൂരം അങ്ങ് പോകുന്നില്ല, കാരണം ട്രാഫിക് ഉണ്ട് ചെറുതായിട്ട്. ടു ബി ഓണസ്റ്റ്, റൈഡൊക്കെ അമേസിങ് ആയിരുന്നു. പക്ഷേ ചൂട് ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് പിന്നെ ഞാൻ എന്നുവെച്ചാൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്താൽ മനഃപൂർവ്വം. പിന്നെ നമുക്കിപ്പോൾ ഓടി പടവെടുത്ത് അവിടെ ചെന്നിട്ട് മലമറിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ വെളുപ്പിന് എത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ട്രാഫിക്കും കുറവുണ്ട്. കുറച്ച് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും കുറവാന്നേ ഉള്ളൂ. പക്ഷേ ട്രാഫിക്ക് നല്ലൊരു കുറവുണ്ട്, ചൂടും കുറവാണല്ലോ, ചൂടില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ അങ്ങനെ രാത്രിയിലേക്ക് മാറ്റി. കുറച്ച് രാത്രി കൂടുതൽ കവർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറ്റി. എന്തായാലും ഒരു 2 മണി 3 മണിയെങ്കിലും ആവും വീട്ടിൽ ചെല്ലുമ്പോൾ. ഫുള്ള് റോഡിൻ്റെ പണി നടക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശരിക്കും മടുത്തു. റോഡിൻ്റെ പണി ഫുള്ള് നടക്കുന്നതുകൊണ്ട് ഫുൾ ട്രാഫിക്കും അതുപോലെ ഫുൾ ഡീവിയേഷനുമായിട്ട് സ്പീഡിൽ പോകാനേ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം കുറേ നേരമായിട്ട് റോഡ് പണി തന്നെ. റിയലി എക്സോസ്റ്റഡ്. കാരണം ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത് ഈ വെയിലൊന്ന് പോയിട്ട് അത്യാവശ്യം നമുക്ക് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ റോഡ് പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോഡ് പണി. പക്ഷേ ഇതൊക്കെ ഒന്ന് ടൈമിൽ തീർത്തൂടെ ഇവർക്കൊന്ന് പെട്ടെന്ന് പടപെടാന്ന്? അതും തീർക്കൂല. ടാക്സ് മേടിക്കുന്ന കാര്യത്തിൽ ടാക്സ്, അതായത് നമ്മുടെ കേരളത്തിലാണ്
ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ളത്. വണ്ടിക്ക് മറ്റ് സ്റ്റേറ്റിനേക്കാളും 2000-3000 രൂപ കൂടുതലും നമ്മുടെ നാട്ടിൽ. റോഡ് ഇത്രയും ടാക്സ് മേടിച്ചിട്ട് ഇവർക്ക് ഇതൊന്ന് തീർത്തുക എന്തായിരിക്കും ഇത്രയും വലിയ ബുദ്ധിമുട്ട്. ബാക്കിയുള്ള എന്നിട്ട് നമ്മുടെ ടാക്സ് മേടിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതാണ് അതിലും വലിയ കോമഡി. എന്നാൽ പിന്നെ ഇവർക്ക് ഈ ടാക്സ് മേടിക്കാതിരുന്നാൽ പോരെ. ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മേടിച്ചിട്ട് ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നതാണ് സഹിക്കാൻ മേലാത്ത ഗൈസ്. കുറച്ച് നേരമായിട്ട് വണ്ടി ഇങ്ങനെ അനങ്ങിയും മിനിങ്ങിയും പോയിട്ട് ആകെ എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വാട്ടർ ബ്രേക്ക് എടുത്തു. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നിന്നു. ലോങ് ഡ്രൈവിൽ എപ്പോഴും അതാണ് നല്ലത്. കാരണം ഒന്ന് നമ്മൾ സോളോയാണ്. അപ്പം നമ്മുടെ കാര്യം നമ്മൾ നോക്കിയില്ലേ പിന്നെ വേറെ ആരും നോക്കും. ഇത് കണ്ടില്ലേ എവിടെ നിന്നൊക്കെ ആൾക്കാർ ചാടി വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും നമ്മളിന്ന് വെളുപ്പിന് 2 മണിയാവും വീട്ടിൽ എത്താൻ. 3 മണിയാണ് കാണിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നിലവിൽ വലിയ വഴിപ്പണിയും കാര്യങ്ങളും ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ചേട്ടനോട് ഞാൻ അവിടെ ചോദിച്ചായിരുന്നു അവിടെ നിർത്തിയപ്പോൾ. ജസ്റ്റ് ആ ചേട്ടനോട് ചോദിച്ചു വഴിപ്പണിയൊന്നുമില്ല, പിന്നെ ഇടയ്ക്കിച്ചിരി കട്ടറുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. ഗൂഗിൾ ആൻറ്റി പറയുന്നത് ഏകദേശം 2:50 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തുന്നതാണ്. നോക്കാം എന്തായാലും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പവർ ബാങ്കിന് എന്തോ പറ്റി. ഇതിൽ ഇടയ്ക്ക് ചാർജ് കയറുന്നു, ഇടയ്ക്ക് ചാർജ് കയറുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കുന്നത് വെച്ചാൽ കംപ്ലൈൻറ്റ് കുറവുള്ളതുകൊണ്ടാണ്. ഇതിപ്പോൾ വന്ന് എല്ലാത്തിനും കംപ്ലൈൻ്റ് ആണല്ലോ. ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ആംബുലൻസിൻ്റെ പവർ ബാങ്ക് മേടിച്ചിട്ട് അത് വർക്ക് ആവാതായി തിരിച്ചു കൊടുത്തു. പിന്നെ പുതിയ ഒരെണ്ണം കോമ്പാക്റ്റ് ഒരെണ്ണം മേടിച്ചു. അതിലാണെങ്കിൽ ബാറ്ററി ഇങ്ങനെ വികസിച്ച് വരുന്നു, സാധനം ശരിക്കും ചാർജ് ആവുന്നില്ല. ഓരോരോ കംപ്ലയിൻസ് ആണ്. എനിവേസ് എന്തായാലും ഇനിയിപ്പം ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വേണം ഇത് കൊറിയറായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തായാലും നോക്കാം. ഓരോരോ തലവേദനകളാണ് ഗൈസ് മൊത്തം കൂടെ. ഇനിയിപ്പോൾ നിലവിൽ ഇതുപോലെ കട്ടറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ട്രാഫിക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ട്രാഫിക്കാണ്. ഒരു രക്ഷയില്ല. അതുപോലെ നെക്സ്റ്റ് ലെവൽ ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഓട്ടോക്കാരും കാര്യങ്ങളും കയറ്റി വെക്കുന്നത് വേറെ. ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല, ഒന്ന് കയറി പോകാൻ പോലും ഗൈസ്. ഫുൾ എക്സോസ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡ് പോലും നടത്തില്ല. അതാണ് അതിലും വലിയ പ്രശ്നം. സൈഡിൽ അവിടെ ഇടയുണ്ട്, അവന് കയറാൻ വേണ്ടി മാത്രം അവൻ സൈഡ് തരും. എന്നാൽ ബൈക്കുകാരെ കയറ്റി വിടുകയില്ല, ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പൊന്നോ വരാ, ഒരു രക്ഷയില്ല. അമ്മാതിരി ട്രാഫിക്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഹൈവേ കിട്ടി. ഈ മാഹിന്ന് ഡയറക്റ്റ് കോഴിക്കോട് പോകുന്നതെന്നാണ് പറഞ്ഞു ഈ ഹൈവേ. എൻ്റെ പൊന്നോ എന്തുമാത്രം ബ്ലോക്കായിരുന്നറിയാം. ഇതിലോട്ടൊന്ന് കയറുന്നവരെ കിലോമീറ്ററോളം ഫുള്ള് ബ്ലോക്കായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അങ്ങ് പോവാം. കാരണം അവിടെ നോക്കി നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. അടിച്ചു വിട്ട് പോയാലേ വീട്ടിൽ കുറച്ചെങ്കിലും നേരത്തെ എത്താൻ പറ്റുള്ളൂ. സോ അത്യാവശ്യം ഇപ്പം ലേറ്റസ്റ്റായിട്ട് പണിതാണ്. ആൻഡ് ഈ ഒരു ഇതിൽ വളരെ ചുരുക്കം ആൾക്കാരെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം എന്തായാലും ഡയറക്റ്റ് കോഴിക്കോട് പോയി ഇറങ്ങി എന്നിട്ട് പിന്നെ ആലോചിക്കാം. ചിലപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ ഒന്ന് മാറിയിട്ട് ഞാൻ എവിടെയെങ്കിലും റൂം എടുത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം അതുപോലെ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക് കാരണമുള്ള എക്സോസ്റ്റഡ് ആട്ടോ. ഒരു രക്ഷയില്ല. അതുപോലെയാണ് ട്രാഫിക്കും. ഒരാളൊരു സ്പേസ് തരത്തില്ല. സോ നമ്മൾ തന്നെ ആകെ മടുത്തു പോവും. വല്ലാത്തൊരു മടുപ്പും കാര്യങ്ങളും ആയിരിക്കും ആ ഒരു ടൈമിൽ. ഒരു രക്ഷയില്ലാത്ത പോലെ. കാരണം നമ്മൾ ശക്കലൊരു സ്പേസിന് ഓണടിച്ചു കഴിഞ്ഞാൽ പോലും അവന്മാരൊന്നും മാറിത്തരുമോ ഒന്നുമില്ല. ഫൈൻ അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്തായാലും ഇനി എന്നെ കൊണ്ടുള്ള പതുക്കെ ഓടിക്കാനേ പറ്റത്തില്ല ഗൈസ്. സോ ഇതിലും ബൈക്കിൽ ടോളൊന്നുമില്ല. സോ നമ്മളോട് അവിടെ ടോൾ ചോദിക്കുകയൊന്നും ചെയ്തില്ല. റോഡ് അടിപൊളി. ഇങ്ങനെ റോഡ് കേരളത്തിൽ പണിതിട്ട് കഴിഞ്ഞാണ്ടല്ലോ വണ്ടി ഓടിക്കാനും പെട്ടെന്ന് എത്താനും ഒക്കെ സൗകര്യമുണ്ട്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ലോങ് ഡ്രൈവ് പോകുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ബൈക്കിംഗ് ഇഷ്ടമാണ്, നിങ്ങളൊരു പ്രൊഫഷണൽ റൈഡർ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും നിങ്ങൾ ടയേർഡാണെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ ടയേർഡാണെങ്കിൽ ടേക്ക് റെസ്റ്റ്, സൈഡിൽ നിർത്തുക, കുറച്ച് റിലാക്സ് ചെയ്യുക. അത് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഉറക്കം ഒളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണമായിട്ടോ ഒരിക്കലും നിങ്ങൾ വണ്ടി ഓടിച്ച് പോകാൻ ശ്രമിക്കരുത്. ഒരു ഹംബിൾ റിക്വസ്റ്റാണ്. കാരണം ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. കാരണം ക്ഷീണം വന്നാലും അവർ റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്ത് പോകുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഗ്രൂപ്പ് റൈഡ് പോവുകയാണെങ്കിൽ
പോവുകയാണെങ്കിലും സോളോ റൈഡ് പോവുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുത്ത് ബോഡി കുറച്ച് റിലാക്സ് ആക്കി മൈൻഡ് ഫ്രഷ് ആക്കിയിട്ട് എപ്പോഴും റൈഡിങ്ങിന് പോകാവുള്ളൂ. ഒരിക്കലും ഒരു സ്ട്രെച്ചിൽ എത്താൻ വേണ്ടി ശ്രമിക്കരുത്. മാക്സിമം ബ്രേക്സ് എടുത്തേ എത്തുകയുള്ളൂ. നിങ്ങൾ എത്ര ഇട്ട് ഓടിച്ചതെന്ന് പറഞ്ഞാലും മാക്സിമം റിലാക്സ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ ഗായ്സ്. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പീഡിൽ പോകുന്നത്, ഞാനും അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ 107, 100, 107, 110 പോകുന്നത്. ബട്ട് എനിക്ക് കൺട്രോൾ ഉള്ള പോലെ ഈ വണ്ടി 160 വരെ കയറും. പക്ഷേ ഞാൻ 160 പോകുന്നില്ല. ബിക്കോസ് എനിക്ക് എത്രയാണ്, എനിക്ക് ഈ ഒരു ഹൈവേയിൽ എത്ര എനിക്ക് കൺട്രോൾ, അതായത് എത്ര കൺട്രോൾ എന്ന് എനിക്ക് തോന്നിയതോ ആ ഒരു സ്പീഡിലാണ് ഞാൻ ഓടിക്കുന്നത്. അല്ലാതെ വണ്ടിയുടെ കപ്പാസിറ്റി മാത്രമല്ല ഞാൻ നോക്കുന്നത്, ഈ ഒരു റോഡിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, എല്ലാം നോക്കിയിട്ടാണ് ഞാൻ സ്പീഡിൽ ഓടിക്കുക. അല്ലാതെ വണ്ടിക്ക് സ്പീഡിൽ പോകാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നല്ല ഞാൻ നോക്കുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിക്കും ആലോചിക്കുക, ഓർത്തിരിക്കുക. നമ്മുടെ സെക്കൻഡ് ഫുൾ ടാങ്ക് കംപ്ലീറ്റ്ലി ലോ ഫ്യൂൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പെട്രോൾ പമ്പിൽ കയറാം. ഇവിടുന്ന് കോഴിക്കോട് ഇനി 57 കിലോമീറ്റർ ഉള്ളൂ, 240 കിലോമീറ്റേഴ്സ് എറണാകുളം. സോ എനിക്ക് എറണാകുളം പോകേണ്ട ആവശ്യം ഇല്ല, എറണാകുളം പോകേണ്ട എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കോട്ടയം പോവും. സോ ദാറ്റ് ഈസ് റിയലി ഈസി ഫോർ മീ. അതാണ് എനിക്ക് ഈസിയും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതും. സോ ലെറ്റ് സി. സോ ഇവിടെ ഐ തിങ്ക് കുറച്ച് പണി നടക്കുവാന്ന് തോന്നുന്നു. പണി നടക്കുവാണോ അതോ ആ റോഡ് കംപ്ലീറ്റ്ലി തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സിംഗിൾ ലൈൻ റോഡിൽ ചാടി ഇത്രയും നേരം ഒരു 100, 110 ഇങ്ങനെ വന്നിട്ടേ പെട്ടെന്ന് ഇങ്ങനെ ഒരു 40 വരുമ്പോണ്ടല്ലോ എന്തോ പോലെയാണ്. തേർഡ് ഫുൾ ടാങ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ഫുൾ ടാങ്ക് ആണ്. സോ ലാസ്റ്റ് ടൈം നമ്മൾ അടിച്ചിട്ട് നമുക്ക് കിട്ടിയ മൈലേജ് ഏകദേശം 36 പോയിൻറ്റ് സംതിങ്, ഏകദേശം ഒരു 37 അടുത്ത് വരെ മൈലേജ് കിട്ടി. വാവ്, ദാറ്റ് ഈസ് റിയലി ഗുഡ്. കാരണം ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു 37 മൈലേജ്. ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല അത്രയും കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ ഫ്യൂവൽ അങ്ങ് തീർന്നായിരുന്നു, ഒട്ടുമില്ലാതായിരുന്നു. പിന്നെ കിട്ടിയ പമ്പിൽ നിന്ന് അങ്ങ് കയറി ഞാൻ ഫുൾ ടാങ്ക് ആക്കി. കാരണം ഒന്ന് ഭയങ്കര ട്രാഫിക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രാത്രിയും കൂടെ. രാത്രി ഇപ്പം 8 മണി ആയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും വെളുപ്പിന് 2:30, 3 ആവും. വെളുപ്പിന് 2:30, 3 ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളിന് യാതൊരു ഇതും വരാൻ പാടില്ല. രാത്രി പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ പോലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഇത്രയും ട്രാഫിക് ആയതുകൊണ്ട് എവിടെയെങ്കിലും ജാം വന്നാൽ നമുക്ക് തന്നെ അത് പണിയാവും. ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെയാണ് മൊത്തം. ഈ ഡീവിയേഷൻ ആയതുകൊണ്ട് ഫുള്ള് കണ്ടില്ല, റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ഫുള്ള് പണി. അതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ഡിമ്മ് പോലും അടിക്കുകയല്ല. ഇവരൊക്കെ നേരെ എന്നങ്ങ് ഇടിച്ച് കയറി കഴിയുമ്പോൾ പിന്നെ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ലാത്ത ഒരു ഒരാൾ ഇപ്പോൾ ഓപ്പോസിറ്റ് വന്നു, ആൾക്ക് കൺട്രോൾ കിട്ടില്ല, ആൾക്ക് ആംഗിൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ എവിടെയാണെന്ന് വണ്ടി മനസ്സിലായില്ല, നേരെ വന്നങ്ങ് ഇടിച്ച് കയറി. അപ്പോൾ എന്നാ ചെയ്യും? എന്നിട്ട് പിന്നെ വഴി കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? സോ കഴിവതും ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒന്ന് ഡിം അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മനുഷ്യരാണ് എല്ലാവരും, നിങ്ങൾക്ക് മാത്രം കാണണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമില്ല. ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് കുറച്ച് ഡിമ്മും കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ കാണിക്കണം. എല്ലാവരും റോഡ് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് വണ്ടി റോഡിൽ കൂടെ ഓടിക്കുന്നത്. അല്ലാതെ ഒരാൾ മാത്രമല്ല റോഡ് ടാക്സ് അടച്ചേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കണം. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ആ ഡിം ഒന്ന് അടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ ആൾക്കാർക്ക് വരുന്നവർക്ക് കാണുമെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങോട്ട് ബ്രൈറ്റും അടിച്ചു വെച്ചിട്ട് ഒന്നും കാണത്തില്ലാത്തൊരു സിറ്റും. അതും നമ്മുടെ കേരളത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. എനിക്ക് മനസ്സിലാവും ബ്രൈറ്റ് എന്തുകൊണ്ടാണ് അടിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ആൾ ഡിം അടിച്ചു തരുമെങ്കിൽ നിങ്ങളത് ഡിം ആക്കി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരുപാട് നേരം നോക്കിയിട്ടാണ് കേട്ടോ ഒരു പെട്രോൾ പമ്പ് കിട്ടും. പെട്രോളിൽ കയറി ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തുരുതരാ പെട്രോൾ പമ്പ് എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ വേണ്ട ഫൈനലി ഫുഡൊക്കെ കഴിച്ചു. സോ കോഴിക്കോട് വിട്ടിട്ടില്ല. ഒരു ഭയങ്കര ഇൻസിഡൻറ്റ് ഉണ്ടായി കുറച്ച് മുമ്പ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, വൈസർ ഓപ്പൺ ആയിരുന്നു. ഈ ഓപ്പോസിറ്റ് ഇതുപോലെ എന്താ പറയുക ഹൈ ബീം ഇട്ടുകൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഗ്ലെയർ അടിക്കും. അത് ഭയങ്കര ഒരു നമ്മുടെ ഇതാണ് ഈ നമ്മുടെ ഈ വൈസറും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്കിത് ഇതാവും. അപ്പോൾ അത് കാരണം ഞാൻ വൈസർ തുറന്നു വെച്ച് വണ്ടി ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് എന്തോ മോഡിൽ നിന്ന് കണ്ണിലോട്ട് അടിച്ചു. കണ്ണങ്ങ് നീറിയിട്ടൊരു പരുവായി എനിക്ക്.
എന്നിട്ട് എനിക്ക് ഒരു ഒട്ടും കാണത്തില്ല, ഞാൻ കൊണ്ട് സൈഡിൽ കൊണ്ടൊക്കെ നിർത്തി, കുരുത്തം പോലെ ഒന്നും പറ്റിയില്ല. സൈഡിൽ കൊണ്ട് നിർത്തി കണ്ണെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ ഒരു 5-10 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. പിന്നെ ഓൾറെഡി ലേറ്റൊക്കെ ആയതുകൊണ്ട് എന്നാൽ ഫുഡ് കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ച് ആക്ച്വലി ഇങ്ങനെ റൈഡ് തുടങ്ങിയതാണ്. വളരെ എന്താ പറയുക 70, 60, 70, 80 ആ ഒരു സ്പീഡിലാണ് പോകുന്നത്. നല്ല ട്രാഫിക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ തൃശ്ശൂർ വരെ ഇങ്ങനെ ഒരു ഇരിപ്പായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വ്ലോഗ് ചെയ്യാതിരുന്നു. ഒന്ന് രാത്രിയായി, പിന്നെ രാത്രി നിങ്ങൾക്ക് അധികം കാണാനും പറ്റത്തില്ല. രണ്ടാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാലോ ഇന്നത്തെ റൈഡ് ശരിക്കും പറഞ്ഞാൽ മടുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള മടുപ്പല്ല കേട്ടോ. ആക്ച്വലി ഈ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഈ വഴിപ്പണി കാരണമുള്ളൊരു മടുപ്പാണ്. വണ്ടി ഓടിക്കാനുള്ള മടുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഇപ്പോൾ എത്ര ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മൾ കന്യാകുമാരി പോയിട്ട് വരും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെയും ഈ പൊടിയും കാര്യങ്ങളും എല്ലാം കയറിയിട്ടൊരു മടുപ്പുണ്ടല്ലോ, അതാണ് ഒരു പ്രശ്നം. എന്തായാലും നോക്കട്ടെ ഇന്നിപ്പം എത്ര നേരം കൊണ്ട് വീട്ടിലെത്തുമെന്ന്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോയുടെ എൻഡ് വരെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഫുള്ള് എൻഡിലായിരിക്കും എത്ര രൂപയുടെ നമ്മൾ പെട്രോൾ അടിച്ചു, എത്ര എക്സ്പെൻസ് വന്നു, കാര്യങ്ങൾ വന്നു എന്നുള്ളതെല്ലാം നമ്മൾ പറയുന്നത്. എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടി അവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചെയിനിൽ ഇച്ചിരി ചെയിൻ സ്പ്രേ അടിക്കേണ്ടി വരും തോന്നുന്നു. തിരൂർ എത്താറായി. സമയം ഇപ്പോൾ രാത്രി 11:45. സോ തിരൂർ തന്നെ എത്താറ്. തിരൂർ ഇനിയിപ്പോൾ നിലവിലൊരു 10 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു തിരൂർ. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ദ റൈഡ് വാസ് അമേസിങ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആക്ച്വലി കേരളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുറച്ച് ഇഷ്യൂസ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റൈഡ് ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇടയ്ക്ക് വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10-10:30 ആകുമ്പോൾ വീട്ടിലെത്തേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒന്ന്, ഞാൻ കാസർഗോഡ് കുറച്ച് സമയം പോയി. രണ്ടാമത് പിന്നെ ഈ ഗട്ടർ റോഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഒരു 3-4 മണി, വെളുപ്പിന് 3:45-4 ആവും എന്തായാലും. അപ്പോൾ എന്തായാലും അത്യാവശ്യം സ്പീഡിൽ പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയതാണ്. കാരണം ചെയിൻ എനിക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ചെയിൻ ലൂബ് ചെയ്തു. ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു, ഒരു ചെയിൻ ലൂബൊക്കെ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ നിലവിൽ തിരൂർ, അത് കഴിഞ്ഞാൽ ഗുരുവായൂർ, അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ, അങ്കമാലി, ചാലക്കുടി, അങ്കമാലി, പിന്നെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കൂത്താട്ടോളം, കുറവലങ്ങാട്. സോ ഇത്രയും ബാക്കി കിടക്കുവാണ്. ഏകദേശം ഗൂഗിളിൽ 3:45 സമയം കാണിക്കുന്നത്. പക്ഷെ അത്യാവശ്യം ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. ഇവിടെ ചെറുതായിട്ട് സ്മൂത്തായിട്ടുണ്ട് കേട്ടോ ചെയിന്. കാരണം ചെയിൻ അത്ര ഡ്രൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ നിർത്തിയപ്പോൾ ഒരുപാട് അങ്ങനെ പ്രോപ്പറായിട്ട് ലൂബിങ് പറ്റിയില്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ടത് നമ്മൾ ചെയ്തു. അപ്പോൾ അത് കുറച്ച് നല്ലതാണ്. കാരണം ഒരു ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ചെയിൻ ഓടുന്നേക്കാളും നല്ലത് അതാണ്, ബെറ്ററായിട്ട് നല്ലത്. സോ എനിവേസ് നമുക്ക് നോക്കാം. എത്ര നേരം എന്തായാലും വെളുപ്പിനൊരു 4 മണിയാവും നമ്മളെത്താൻ. സോ നമ്മൾ വെളുപ്പിന് 5 മണിക്കാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് വെളുപ്പിന് 5 മണിക്ക്. സോ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. സോ 24 hours ഗോവയിൽ നിന്ന് എൻ്റെ വീട് വരെ 24 hours കൊണ്ട് എത്തി. നമ്മൾ മാക്സിമം റെസ്റ്റ് എടുത്ത് കാര്യങ്ങൾ എടുത്തിട്ടും മാക്സിമം റെസ്റ്റ് എടുത്ത് കാര്യങ്ങൾ എടുത്തിട്ടും നമ്മൾ 24 hours എത്തി. സോ ദാറ്റ് ഈസ് ഫൈൻ. കാരണം ഇവിടുത്തെ ഒരു റോഡും കണ്ടീഷനൊക്കെ വെച്ച് ഇതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. ഫൈനലി നമ്മൾ തൃശ്ശൂർ ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ നിലവിൽ ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൈവേയിലൊന്ന് കയറിയിട്ട് വേണം ഈ സാധനം ഒരു 100 ഒന്ന് പറപ്പിക്കാൻ. കുറേ നേരമായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇരുന്നിരുന്നുണ്ടല്ലോ, ഒരു വല്ലാത്തൊരിതാണ്. എന്താ ചെയ്യുക,
അതുപോലെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനം ഈ KTMൻ്റെ ഈ ഒറിജിനൽ ഇതാണ്. അത് കയ്യിൽ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. നമ്മൾ ത്രോട്ടിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് നല്ല പോലെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ റിങ്ങും കൊണ്ടുവന്നില്ല. ഓവറോൾ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയ ചെറിയ മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ നിലവിൽ കംപ്ലീറ്റ്ലി ഇപ്പം ഇതിൻ്റെ മൈനസ് പോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ കാര്യം. ബാക്കിയുള്ള സീറ്റ് കംഫർട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ പുറകിൽ ബാഗും കൂടെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് എനിക്കുണ്ട്. അല്ലാതെ എന്തായാലും നിലവിൽ ഇത് ഇപ്പം ഈ ലഗേജ് ഒന്നും ഇല്ലാതെ ഒരു റൈഡ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ എക്സാക്ട്ലി ഞാൻ നിങ്ങളോട് പറയാം. ഇനിയിപ്പോൾ നിലവിൽ വീട്ടിലോട്ടൊരു 109 കിലോമീറ്ററിനുണ്ട്. ഗൂഗിൾ ആൻറ്റി 2 മണിക്കൂറും 15 മിനിറ്റും എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഞാനങ്ങനെ ചത്തങ്ങനെ വരുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി അങ്ങനെയൊക്കെയാണ് വരുന്നത്. ബിക്കോസ് ഇന്ന് വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങിയ റൈഡാണ് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. കാരണം ചെറിയ ഉറക്കവും കാര്യങ്ങളൊക്കെ നമുക്കും ഫീൽ ചെയ്യും. ബട്ട് നമ്മളതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാതെ കാര്യമില്ല. അങ്ങനെ ഫൈനലി ഗായ്സ് നമ്മൾ വേണ്ട തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്കുള്ള ഹൈവേയിലെത്തി. എൻ്റെ പൊന്നോ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 1.5 പരിപാടിയായിരുന്നു ഗായ്സ്. ഒരു പരുവായിപ്പോയി, എന്തൊക്കെ പറഞ്ഞാലും പരുവായിപ്പോയി. ബിക്കോസ് അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആ ഒരു ട്രാഫിക് ജാമും പൊടിയും അതും ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. ബാക്കി എല്ലാം സെറ്റായിരുന്നു. ഇപ്പോഴും ഇനി വേണമെങ്കിൽ ഐ ആം റെഡി ടു ഗോ എനിവെയർ. പക്ഷേ ആ ഒരു ആ വഴിപ്പണിയുടെ ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുൾ എനർജി പോയി. അതാണ് പ്രശ്നം. പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ, ആരെ പിടിക്കാനൊന്നും അറിയത്തില്ല, ചെക്കിംഗ് ആണോ. സോ എന്തായാലും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പറപ്പിക്കാം, വലിയ സീനില്ല. കാരണം ഇവിടെ കയറിയിട്ട് പറപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഏത് റോഡിലാണ് പറപ്പിക്കുക. നമ്മൾ അങ്കമാലി ഹൈവേയിലാണ്. അത്യാവശ്യം ഒന്ന് പറപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം കുറേ നേരമായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ എനിക്ക് ആകെ ഉറക്കം വരുമായിരുന്നു. ഇങ്ങനെ പതുക്കെ സ്ലോലി മല കയറുന്നല്ലോ ഇങ്ങനെ ആകെ ഉറക്കം. ഇപ്പോഴാണ് സത്യം പറഞ്ഞോണ്ടോ ഇച്ചിരി സ്പീഡിൽ ഓടിച്ചപ്പോൾ ഒരു ഇത് കിട്ടുന്നത് തന്നെ. കാരണം ഉണ്ടല്ലോ ഈ സ്ലോലി പോകുമ്പോൾ ആകെ മടുപ്പാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഉണ്ടോ ഇവർ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇവർ സ്പീഡ് ലിമിറ്റ് ഒന്ന് കൂട്ടി തന്നെ എന്ന് പറയാനുള്ള റീസൺ. കാരണം ഈ ഒന്ന് വഴി വരുന്ന പ്രോപ്പറായിട്ട് നന്നാക്കണം. 2 സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. കാരണം ഇതുപോലെ വണ്ടി കണ്ടില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 60 പോവുകയില്ല, മിനിമം ഒരു 80, 85, 90 വരെ പോവുള്ളൂ. എന്നാലേ ആ ഒരു വൈബ് കിട്ടുള്ളൂ. കറക്റ്റ് ഒരു ട്രിപ്പിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു സ്പീഡിൽ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ 60 പിടിച്ചു കഴിഞ്ഞാൽ എന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നിന്ന് 60 പിടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ 61ൻ്റെ മുകളിലോട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ വീട്ടിലെത്തുന്ന 2 വർഷം എടുത്താൽ എത്തുമോ, 5 ദിവസം എടുത്താൽ എത്തുമോ? അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഗൈസ്, എന്ത് ചെയ്യാനാ. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 4:30 ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തി. അത്രയും ലേറ്റ് ആവാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൂവാറ്റുപുഴ മുതൽ മോനിപ്പള്ളി വരെ മഴയായിരുന്നു. ആൻഡ് വണ്ടി കംപ്ലീറ്റ്ലി നമ്മൾ നനഞ്ഞ് കുതിർന്നാണ് വന്നത്. ബേസിക്കലി ഞാൻ ആ ഒരു മഴ അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ബാഗ് ഫുള്ളായിരുന്നു. എൻ്റെ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, എല്ലാ സാധനങ്ങളും ഞാൻ ക്യാമറ 360 ക്യാമറയും കൂടാതെ നമ്മുടെ ഗോപ്രോയും എല്ലാം കൊണ്ടുപോയായിരുന്നു. അപ്പം എനിക്ക് എക്സ്ട്രാ ലഗേജ് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൈഡിങ് നമ്മുടെ റെയിൻ കോട്ടും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. ആൻഡ് 862.8 കിലോമീറ്ററാണ് ടോട്ടൽ ഞാൻ അവിടെ മുതൽ ഇവിടം വരെ ഓടിച്ചത്. മൊത്തം ടോട്ടൽ ഒരു 2505 റുപ്പീസ്, 2505 രൂപയുടെ പെട്രോൾ നമ്മൾ ടോട്ടലി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. പക്ഷേ ഒരു അപ്രോക്സ് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 2000 രൂപയുടെ പെട്രോളിൽ നമ്മൾ സുഖമായിട്ട് ഗോവയിൽ നിന്ന് നാട് വരെ, അതായത് കോട്ടയം വരെ എത്തി. ആൻഡ് സോ ഫാർ സോ ഗുഡ് റൈഡ്, അമേസിങ് ആയിരുന്നു. വണ്ടി ഓടിച്ചതിൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ലോങ് ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് ഡ്യൂക്ക് 200ഉം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ എനിക്കൊരു മൈനസിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കാസർഗോഡ് മുതൽ
കോഴിക്കോട് വരെയുള്ള വഴിപ്പണിക്ക് കിട്ടിയ പണിയാണ് എനിക്ക് കിട്ടിയ 8ൻ്റെ പണി. ആ ഒരു പണി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആവത്തില്ലായിരുന്നു. കാരണം വണ്ടി ഓടിച്ച് മടുത്ത അല്ലെങ്കിൽ അങ്ങനെ എക്സോസ്റ്റഡ് ആയതല്ല, ഈ ഒരു ട്രാഫിക്കിൻ്റെ മാത്രമല്ല, ഈ വഴിപ്പണികളങ്ങനെ ഭയങ്കര പൊടിയും അതുപോലെ ഈ ഡീസൽ വണ്ടി പോകുമ്പോൾ അതിൻ്റെ ഈ പുകയടിച്ചിട്ടുള്ളൊരു ഇറിറ്റേഷനും കാര്യങ്ങളും എല്ലാം കൂടെ കൂടിയുള്ളൊരു പ്രശ്നമായതാണ്. അല്ലാതെ വണ്ടി ഓടിച്ചിട്ട് എക്സോസ്റ്റഡ് ആയതോ മടുത്തതൊന്നുമല്ല. ആൻഡ് വണ്ടി ഇപ്പം നിലവിൽ വന്നു. പിന്നെ നമ്മളൊരു ചെയിൻ ക്ലീനിങ്, ചെയിൻ ലൂബൊക്കെ ചെയ്തു. അത്രേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ചെയ്തൊക്കെ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുമുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഇനിയും നമ്മുടെ ഒരുപാട് റൈഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഡ്യൂ 200ൻ്റെ ഫാനാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ.